അപ്പം നമുക്ക് ഇന്നൊരു ചൂരമീൻ കറിയാണ് വെക്കുന്നത്. ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണം എങ്ങനെയാണ് വെക്കുന്നതെന്ന് കേട്ടോ. നമുക്ക് വെക്കാം. നമ്മുടെ ചൂരമീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ചൂരമീൻ വേണ്ട. ഞാൻ നല്ലപോലെ അത് വെട്ടി കഴുകി ഞാൻ വേണ്ട വെള്ളത്തിലിട്ടേക്കുവാണ്. അപ്പൊ ഞാൻ ഇന്ന് ഈ മീൻ കറി വെക്കുന്നത് എങ്ങനെ, നമ്മൾ ശകലം തേങ്ങ, ഒരു 2 ചിരവ തേങ്ങ അരച്ചാണ് ഈ മീൻ കറി. ചൂരമീൻ നമ്മൾ അതുപോലെ തേങ്ങ ശകലം, ഒത്തിരിയല്ല, ഒരു ശകലം തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല സ്വാദാണ്. അത് നമുക്ക് ചോറിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ തിന്നാൻ ഏറ്റവും നല്ലതാണ്, നല്ല സ്വാദാണ് അങ്ങനെ വെച്ചാല്. അപ്പൊ ഞാൻ അതിന് വേണ്ടി വേണ്ട ഒരു 2 ചിരവ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇനി ഞാൻ നമ്മുടെ മസാലകളൊന്നും തന്നെ ചൂടാക്കുന്നില്ല കേട്ടോ, ഒന്നും വഴറ്റുന്നില്ല. നമുക്ക് ഈ തേങ്ങയുടെ കൂടെയോട്ട് വേണ്ട ഒരു 1/4 സ്പൂണ് അത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ ചൂടാക്കുന്നില്ല, വഴറ്റുന്നില്ല. നമ്മളിതെല്ലാം ഒന്നിച്ചിട്ടങ്ങ് അരക്കിയാണ്. ഞാൻ കണ്ട ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർക്കുകയാണ് കേട്ടോ, 1.5 സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി, ഈ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും തേങ്ങയും കൂടി നമുക്ക് നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല വെണ്ണമീൻ പോലെ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ വേണ്ട മീനിൻ്റെ ഗ്രേവി നല്ലപോലെ അരച്ച് നല്ലപോലെ അരയണേ. കാരണം ആ അരയിലാണ് നല്ലപോലെ അരയണം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ മീന് നമ്മുടെ മീൻ വേണ്ട ചട്ടിയിലെടുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ട ഞാൻ ഒരു കുടം മുഴുത്ത ഒരു കുടം വെളുത്തുള്ളി എടുത്തു. ഇനിയിപ്പോൾ ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി അരച്ചതാണ് കേട്ടോ, ഇഞ്ചി പേസ്റ്റാണ്. പിന്നെ വേണ്ട 2 മുഴുത്ത കുടംപുളി കൂടെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നമ്മുടെ വേണ്ട ഈ ഗ്രേവി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാം, ഹോട്ടലിലൊക്കെ നമ്മൾ ചപ്പാത്തി പൊറോട്ടയും കഴിക്കുന്ന മീൻചാറിൻ്റെ അതേ നിറം വന്നിട്ടുണ്ട്. നല്ല സ്വാദുള്ള മീൻചാറ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം പോരാ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി, ഇപ്പോഴാണ് നമുക്ക് നല്ലപോലെ ഇളക്കാം. ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ്, ചൂരമീൻ്റെ കഷ്ണം അങ്ങനെ പൊടിയത്തില്ല, എന്നാലും നമ്മളൊന്ന് നല്ലപോലെ ഇളക്കി നമുക്കൊരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കരിയാപ്പില നല്ലപോലെ നമ്മുടെ കരിയാപ്പില ഒരു 2 3 തണ്ട് കരിയാപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവിലോട്ടിത് നമ്മുടെ മീൻ ചാറ് നമുക്ക് സ്റ്റൗവിലോട്ട് മാറ്റാവേ. അപ്പോഴേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഹോട്ടലിലൊക്കെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമുള്ള മീൻകറിയുടെ അതേ ഇതിലുള്ള മീൻകറി കണ്ടോ. ഇത് കാണുമ്പോൾ അല്പം ചപ്പാത്തി കൂടിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കടുക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ മൂത്ത് വന്ന് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഞാനൊരു 2 മുഴുത്ത ചുമന്നുള്ളിയാണ് കേട്ടോ, ചെറുതായി കഴിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തൊന്ന് കാണണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും ആ മേലുള്ള ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്ത് കാണണേ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ഒന്ന് മറക്കാതെ ഷെയർ കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചപ്പാത്തിയൊക്കെ രാവിലെ ചപ്പാത്തിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനെങ്കിൽ തലേന്ന് ഇതുപോലെ ഒരു മീൻകറി ഈ രീതിയിൽ ഉണ്ടാക്കുവാണെ നമുക്ക് രാവിലെ ചപ്പാത്തിക്ക് കറികൾ വേറെ ഒന്നും തന്നെ വേണ്ട, ഈ കറി മാത്രം മതി. ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക്
സ്റ്റൗ ഓഫാക്കി നമുക്ക് വേണ്ട കടുക് താളിച്ചു കൊടുക്കാം. കണ്ടോ നമ്മുടെ അടിപൊളി മീൻകറി. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരാം. ബൈ.